ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് -1/2, അതായത് സൈൻ ഇൻവേഴ്സ് -0.5 കാൽക്കുലേറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് -30 ഡിഗ്രി എന്ന് കിട്ടും. ഈ ഡിഗ്രിയെ നമ്മൾ റേഡിയനിലേക്ക് ഒന്ന് മാറ്റി എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഡിഗ്രി തന്നെ വേണമെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം. -π/6 നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 നമുക്ക് കാൽക്കുലേറ്റർ വഴി കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 നമ്മൾ ഡിഗ്രിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. അതായത് 7 × π/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. 7 × 30 210 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്ററിൽ നമുക്ക് നേരെ കോസ് ഇൻവേഴ്സ് കോസ് 210 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 210ൻ്റെ വില നമ്മൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. കോസ് 210ൻ്റെ വില കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് -0.866025403 ഇങ്ങനെ നീണ്ട ഒരു വില നമുക്ക് കിട്ടും. ഇതിൻ്റെ കോസ് ഇൻവേഴ്സ് നമ്മൾ കാണുകയാണെങ്കിൽ 150 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. 150 ഡിഗ്രീനെ നമ്മൾ റേഡിയനിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ π/180 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് ഇതിനെ 5π/6 എന്ന് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ വാല്യൂ എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. സാധാരണ ഒരു കാൽക്കുലേറ്ററിനകത്ത് കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ഒക്കെ വരുന്നത് അതിൻ്റെ ഷിഫ്റ്റ് ഫംഗ്ഷനിലാണെന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തിയറിയുടെ ഫോർമുലകൾ അപ്ലൈ ചെയ്തുകൊണ്ടും ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് -1/2ന് നമുക്ക് -sin ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. ഫോർമുല നമുക്കറിയാം, സൈൻ ഇൻവേഴ്സ് -x -sin ഇൻവേഴ്സ് x എന്നായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈക്വൽ ടു -sin ഇൻവേഴ്സ് 1/2. സൈനിൻ്റെ വില 1/2 എന്ന് തരുന്ന ആംഗിൾ 30 ഡിഗ്രി അല്ലെങ്കിൽ π/6 റേഡിയൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ -π/6. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 7π/6. കോസ് ഇൻവേഴ്സ് കോസ് 7π/6ൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് x = x എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ഇതിൻ്റെ ആൻസർ 7π/6 എന്ന് എഴുതാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം, കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π ആണ്. അതായത് 0 മുതൽ 180 ഡിഗ്രി വരെയുള്ള ആംഗിളുകളെ പറ്റുകയുള്ളൂ. ഇവിടെ 7π/6 എന്ന് പറയുന്ന ആംഗിൾ നമുക്കറിയാം, ഇത് 210 ഡിഗ്രിയാണ്, 210 ഡിഗ്രിയാണ്. അത് 0 to π എന്ന ആ ഒരു ഇൻ്റർവെല്ലിന് വെളിയിലാണ്. അപ്പോൾ അതുകൊണ്ട് 7π/6 നമുക്കിവിടെ ആൻസറായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഡിഗ്രി മെഷർ നമ്മൾ എഴുതുകയാണെങ്കിൽ π എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180/6 എന്നത് 30 ആണ്. അതായത് 7 × 30 210 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. നമ്മൾ റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റി എഴുതിയതേ ഉള്ളൂ. ഇനി നമുക്ക് കോസ് 210 ഡിഗ്രിയുടെ വാല്യൂ കാണാം. കോസ് 210 ഡിഗ്രി ഈക്വൽ ടു കോസ് 180 + 30 എന്ന് നമുക്കിതിനെ എഴുതാം. ഇതിനെ നമുക്ക് -cos 30 എന്നെഴുതാം. കാരണം നമുക്കറിയാം കോസ് 180 + θ എന്ന് പറയുന്നത് -cos θ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ -cos 30 √3/2 -√3/2 എന്ന് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നു. ഈ വാല്യൂ നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ, അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 210 ഡിഗ്രി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2. നമ്മൾ കോസ് ഇൻവേഴ്സ് -xന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അത് π - കോസ് ഇൻവേഴ്സ് x എന്നാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് π - കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് എഴുതാം. അതായത് π - കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. കോസിൻ്റെ വില √3/2 എന്ന് തരുന്ന ആംഗിൾ അത് നമുക്കറിയാം, അത് 30 ഡിഗ്രിയാണ്. അതായത് π/6 റേഡിയൻ ആണ്. അങ്ങനെയെങ്കിൽ π - π/6, അതായത് 6π - π 5π/6 എന്ന് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നു.